ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് പൊട്ടറ്റോ ഫ്രൈ ഉണ്ട്, ചോറ്, മോരുകറി, ചൂര മീൻ അച്ചാർ ഇട്ടതുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പറയുന്നത് കക്കാത്തോരനാണ്. അപ്പൊ നമുക്കിത് ആദ്യം ഒന്ന് കഴിച്ചു വെക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു രക്ഷയില്ല, അന്യായ ടേസ്റ്റ്. ഞാൻ വെറുതെ പറയുന്നതല്ല, അത്രയും ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഈ കക്കാത്തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി BBB ഓഫീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച് ചെറുതായിട്ട് മാറ്റി വെച്ചേക്കുന്ന കക്ക, 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 10 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അരപ്പിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു ചെറിയ കപ്പ്, ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത്. ഇത്രയാണ് നമുക്ക് ആവശ്യം. അപ്പം നല്ലൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇടുകയാണ്. അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്തൊന്നും ചെറുതായിട്ട് മൂത്ത് വരണം. അതുവരെ ഒന്ന് കൈ വിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. തേങ്ങാക്കൊത്തുകൾ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിലേക്ക് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ലേശം ഉപ്പ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലപോലെ വഴണ്ട് കിട്ടണം. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. ഉള്ളി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കക്ക ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കക്കയിറച്ചി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ചിലയിടങ്ങളിലൊക്കെ എരുന്ത് എന്നൊക്കെ പറയാറുണ്ട്. കക്ക ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് അധികം വേവിൻ്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്ന്
ഈ കൂട്ടുകളെല്ലാം ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കുക. തീ പറ്റ കുറച്ച് വെക്കണം. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് ചേർക്കാം. 1/2 കപ്പ് തേങ്ങ എടുക്കുക. ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം നമ്മുടെ ഒരു അളവിന് ഇട്ട് കൊടുക്കുക. ചിലവർക്ക് പെരിഞ്ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെടില്ല എങ്കിലും കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. നമ്മുടെ തോരനൊക്കെ ഉണ്ടാക്കുന്ന അതേ കൂട്ട് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പം അതൊന്ന് ജസ്റ്റ് എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് 2 അടി അടിച്ച് വെച്ചേക്കുന്ന തേങ്ങ എടുക്കുക. വെള്ളം ഒന്നും തൊടാതെ നമ്മൾ അരച്ച് വെച്ചേക്കുന്നത്. അരച്ചിട്ടില്ല, ജസ്റ്റ് 2 കിറുക്ക് അത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ കുരുമുളകിൻ്റെ എല്ലാത്തിൻ്റെയും നല്ലൊരു സ്മെല്ല് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി കുറച്ച് കറിവേപ്പില മേളിലൊന്ന് ജസ്റ്റ് ഒന്ന് വിതറിയിട്ട് കൊടുക്കുക. ഇത് അടച്ചു വെക്കുക. അപ്പൊ നമ്മൾ സ്വാദേറിയ ഒരു കക്കാത്തോരനാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കക്കാർച്ചി എന്ന് പറയുന്നത് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഫുഡാണ്. കക്ക അവൈലബിൾ ആയിട്ട് കിട്ടുന്ന എല്ലാ ആൾക്കാരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് ബിനു ബെർണാഡ് ബാബു ഫ്രം BBB Official. താങ്ക് യു.